Good morning, students. In this class, we will discuss the basic difference between RNA and DNA. In the earlier classes, you had already studied the structure of DNA. In this class, we will look what are the basic difference between DNA and RNA. So, the first difference between RNA and DNA is that the RNA is single-stranded whereas DNA is double-stranded. So you all know that RNA is single-stranded nucleic acid whereas DNA is double-stranded. So the next difference between RNA and DNA is that the full form of RNA is ribonucleic acid, which means that it contains ribose sugar. Whereas in the case of DNA, the full form of DNA is deoxyribonucleic acid, and it consists of deoxyribose sugar. So the first difference between RNA and DNA is that RNA is single-stranded whereas DNA is double-stranded. The second difference between RNA and DNA is that the RNA consists of ribose sugar whereas DNA consists of deoxyribose sugar. The second difference between RNA and DNA is in the sugar present in the DNA and RNA. This RNA consists of ribose sugar whereas DNA consists of deoxyribose sugar. The third difference is that the RNA does not contain thymine whereas the DNA does not contain uracil. So when I tell in reverse direction, that is RNA consists of uracil whereas DNA has thymine instead of uracil. So the nucleotide base or the nucleic acid base present in the RNA is the uracil, whereas in the DNA they consist of thymine. So the fourth difference is that the RNA, being single-stranded, it does not follow Chargaff rule, whereas the DNA, which is double-stranded, follows Chargaff rule. So already you know what is Chargaff rule in the structure of, while explaining the structure of DNA. Bindu Miss had tell you about that. That is the according to Chargaff rule, the number of purine content or the total purine content is always equal to the total pyrimidine content in a DNA. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RNAയും DNAയും തമ്മിലുള്ള ഡിഫറൻസുകളെ കുറിച്ചാണ്. അപ്പോൾ ഓൾറെഡി ബിന്ദു മിസ് നിങ്ങൾക്ക് DNA ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ RNAയും DNAയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. അപ്പോൾ RNA എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പോൾ RNAയ്ക്ക് ഒരൊറ്റ സ്ട്രാൻഡ് മാത്രമേ ഉണ്ടാവൂ. പക്ഷേ DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്, അതായത് DNAയ്ക്ക് 2 സ്ട്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ ഡിഫറൻസ്. ആദ്യത്തെ ഡിഫറൻസ് എന്താണ്? RNA സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, അതായത് അതിന് ഒരൊറ്റ സ്ട്രാൻഡ് മാത്രമേ ഉണ്ടാവൂ. DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്, അതായത് അതിന് 2 സ്ട്രാൻഡ്സ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഡിഫറൻസ് എന്താണ്? RNAയും DNAയും തമ്മിലുള്ള അതിലുള്ള ഷുഗേഴ്സ്, അതായത് RNAയിലും DNAയിലുള്ള ഷുഗേഴ്സ് ഡിഫറെൻ്റ് ആണ്. RNAയിലുള്ള ഷുഗറാണ് റൈബോസ് ഷുഗർ, DNAയിലുള്ള ഷുഗറാണ് ഡിയോക്സിറൈബോസ് ഷുഗർ. അപ്പോൾ രണ്ടാമത്തെ ഡിഫറൻസ് RNAയും DNAയും തമ്മിലുള്ള രണ്ടാമത്തെ ഡിഫറൻസ് എന്താണ്? RNAയിലുള്ള ഷുഗറാണ് റൈബോസ് ഷുഗർ, DNAയിലുള്ള ഷുഗറാണ് ഡിയോക്സിറൈബോസ് ഷുഗർ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്താണ്? RNAയിലുള്ള ഷുഗർ, RNA എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ അതിലുള്ള ഷുഗറാണ് റൈബോസ്. അപ്പോൾ RNAയിലുള്ള ഷുഗറാണ് റൈബോസ്, DNAയിലുള്ള ഷുഗർ ആണ് ഡിയോക്സിറൈബോസ്. DNAൻ്റെ ഫുൾ ഫോം ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പോൾ DNAയിലുള്ള ഷുഗർ ഡിയോക്സിറൈബോസ് ആണ്. മൂന്നാമത്തെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ RNAയിലുള്ള ബേസ് യുറാസിലാണ്, DNAയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ബേസാണ് തൈമിൻ. അപ്പോൾ യുറാസിൽ DNAയിൽ ഉണ്ടാവില്ല, തൈമിൻ RNAയിലും ഉണ്ടാവില്ല. അപ്പോൾ RNAയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ന്യൂക്ലിക് ആസിഡ് ബേസാണ് യുറാസിൽ, DNAയിൽ മാത്രം കാണുന്ന ഒരു ന്യൂക്ലിക് ആസിഡ് ബേസാണ് തൈമിൻ. ഇനി നാലാമത്തെ ഡിഫറൻസ് എന്താണ്? RNA ചാർഗാഫ് റൂള് ഫോളോ ചെയ്യുന്നില്ല.
RNA ചാർഗാഫ് റൂൾ ഫോളോ ചെയ്യാത്തതിനുള്ള കാരണം എന്താണ്? RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ്സ് ഒന്നും ചാർഗാഫ് റൂൾ ഫോളോ ചെയ്യില്ല. പക്ഷേ DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ അത് ചാർഗാഫ് റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാർഗാഫ് റൂൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ബിന്ദു മിസ് DNAൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതായത് ചാർഗാഫ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNAൻ്റെ കേസിൽ അതിൻ്റെ പിരമിഡിൻ്റെ ടോട്ടൽ പിരമിഡിൻ, അതായത് ആ DNAയിലുള്ള ടോട്ടൽ പിരമിഡിൻ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ടോട്ടൽ പ്യൂരിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ടോട്ടൽ pyrimidin in a double stranded DNA is equal to number of total purine in the case of Chargaff rule. അപ്പോൾ RNA DNA തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണ്? RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. RNAയിലുള്ള ഷുഗർ റൈബോസ് ആണ്, DNAയിലുള്ള ഷുഗർ ഡിയോക്സി റൈബോസ് ആണ്. പിന്നെ RNAയിലുള്ള ബേസ് എന്ന് പറയുന്നത് യുറാസിലാണ്, DNAയിലുള്ള ബേസ് എന്ന് പറയുന്നത് തൈമിനാണ്. പിന്നെ RNA ചാർഗാഫ് റൂൾ ഫോളോ ചെയ്യുന്നില്ല, DNA ചാർഗാഫ് റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഡിഫറൻസ് നോക്കാം. RNA can be easily destroyed by alkali or two cyclic diesters and DNA resist alkali action. അപ്പോൾ RNA പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂക്ലിക് ആസിഡ് ആണ്. അതായത് ആൽക്കലി ആക്ഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ RNA പെട്ടെന്ന് ഡിസ്ട്രക്റ്റ് ആയി പോകും. പക്ഷേ DNA എന്ത് ചെയ്യും? ആൽക്കലി ആക്ഷനൊക്കെ റെസിസ്റ്റ് ചെയ്യും. പിന്നെ RNA റിലേറ്റീവ്ലി ലെബൈലാണ്, മോളിക്യൂളാണ്. RNA ഈ ലെബൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസിലി ഡീഗ്രേഡ് ആകുന്ന ഒരു മോളിക്യൂളാണ് RNA. പക്ഷേ DNA ഒരു സ്റ്റേബിൾ മോളിക്യൂളാണ്. RNA is mainly found in cytoplasm but also present in nucleus in the form of small nuclear RNA. അപ്പോൾ RNA മെയിൻലി കാണുന്നത് സൈറ്റോപ്ലാസത്തിലാണ്, പക്ഷേ ന്യൂക്ലിയസിൽ സ്മോൾ ന്യൂക്ലിയർ RNAൻ്റെ ഫോമിൽ RNA ഉണ്ട്. അതേസമയം DNA മെയിൻലി കാണുന്നത് ന്യൂക്ലിയസിലാണ്, പക്ഷേ എക്സ്ട്രാ ന്യൂക്ലിയർ DNAൻ്റെ ഫോമിൽ, അതായത് പ്ലാസ്മിഡ് DNA, മൈറ്റോകോൺഡ്രിയൽ DNA എന്ന ഫോമിൽ സൈറ്റോപ്ലാസത്തിൽ കണ്ടുവരുന്നു. RNAൻ്റെ സൈസ് എന്ന് പറയുന്നത് വേരിയബിളാണ്, അതായത് 100 to 5000 ബേസസ് ആണ് ഉണ്ടാകുക. പക്ഷേ DNAയിൽ മില്യൺസ് ഓഫ് ബേസ് പെയർസ് ഉണ്ടാവും. അപ്പോൾ അഞ്ചാമത്തെ ഡിഫറൻസ് എന്താണ്? RNA DNA തമ്മിലുള്ള അഞ്ചാമത്തെ ഡിഫറൻസ് എന്താണ്? RNA ലെബൈലാണ്, അതായത് പെട്ടെന്ന് ഡിസ്ട്രോയ് ആയി പോകുന്ന ഒരു മോളിക്യൂളാണ് RNA എന്ന് പറയുന്നത്. അതായത് ആൽക്കലി ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡിസ്ട്രോയ് ആയി പോകും. പക്ഷേ DNA ഒരു സ്റ്റേബിൾ മോളിക്യൂളാണ്, അത് ആൽക്കലി ട്രീറ്റ്മെൻറ്റിനൊക്കെ റെസിസ്റ്റ് ചെയ്യും. ഇനിയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ RNA കണ്ടുവരുന്നത് മെയിൻലി സൈറ്റോപ്ലാസത്തിലാണ്. വളരെ റെയർ സിറ്റുവേഷൻസിൽ, അതായത് സ്മോൾ ന്യൂക്ലിയർ RNAൻ്റെ ഫോമിലൊക്കെ അത് എവിടെ ഉണ്ടാവും? ന്യൂക്ലിയസിൽ കണ്ടുവരുന്നുണ്ട്. പക്ഷേ DNA മെയിൻലി കണ്ടുവരുന്നത് ന്യൂക്ലിയസിലാണ്. സൈറ്റോപ്ലാസത്തിൽ അത് കാണുന്നത് എക്സ്ട്രാ ന്യൂക്ലിയർ DNA, അതായത് പ്ലാസ്മിഡ് അല്ലെങ്കിൽ പിന്നെ മൈറ്റോകോൺഡ്രിയൽ DNA അതുപോലത്തെ എക്സ്ട്രാ ന്യൂക്ലിയർ DNAൻ്റെ ഫോമിലാണ് സൈറ്റോപ്ലാസത്തിൽ DNAനെ കാണാറുള്ളൂ. അപ്പം RNA മെയിൻലി ഉണ്ടാകുക സൈറ്റോപ്ലാസത്തിലാണ്, DNA ഉണ്ടാവുക ന്യൂക്ലിയസിൻ്റെ അകത്താണ്. അപ്പോൾ RNAയിലുള്ള ബേസിൻ്റെ എണ്ണം 100 to 5000 ബേസസ് ആണ്, പക്ഷേ DNAയിൽ മില്യൺസ് ഓഫ് ബേസ് പെയർസ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡിഫറൻസ് നോക്കാം. അപ്പോൾ there are different types of RNA like mRNA, rRNA, tRNA, snRNA, siRNA, miRNA and hnRNA. These RNAs perform different functions, whereas DNA is always of one type and performs the function of storage and transfer of genetic information. അപ്പോൾ പല ടൈപ്പ് RNA നമുക്ക് കാണാൻ പറ്റും. tRNA ഉണ്ട്, rRNA ഉണ്ട്, mRNA ഉണ്ട്, പിന്നെ snRNA ഉണ്ട്, siRNA ഉണ്ട്, miRNA ഉണ്ട്, hnRNA ഉണ്ട്. അപ്പോൾ ഈ ഓരോ ടൈപ്പ് RNAക്കും ഓരോ ടൈപ്പ് ഫങ്ഷനാണ് ഉണ്ടാകുക. പക്ഷേ DNA ഒരൊറ്റ ടൈപ്പേ ഉള്ളൂ, ആ DNAക്കും ഒരൊറ്റ ഫങ്ഷനേ ഉള്ളൂ, അതായത് ജനറ്റിക് ഇൻഫർമേഷൻ്റെ സ്റ്റോറേജും ട്രാൻസ്ഫറും. അതായത് അടുത്ത ഡിഫറൻസ് എന്തായിരുന്നു? RNA പല ടൈപ്പ് ഉണ്ട്, ആ പല ടൈപ്പ് RNAക്ക് പല ടൈപ്പ് ഫങ്ഷനാണുള്ളത്. പക്ഷേ DNA ഒരൊറ്റ ടൈപ്പേ ഉള്ളൂ, ആ എല്ലാ ടൈപ്പ് DNAക്കും ഒരേ ഫങ്ഷനാണുള്ളത്, സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ. അടുത്ത ഡിഫറൻസ് ആണ് there is no variable physiological forms of RNA are formed and the different types of RNA do not change their form, whereas there are variable forms of DNA like aDNA, bDNA, cDNA, eDNA, zDNA etc.
അപ്പോൾ RNAക്ക് ഒരൊറ്റ ഫിസിയോളജിക്കൽ ഫോമേ ഉള്ളൂ, അതായത് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ഫോമിലാണ് അത് കണ്ടുവരുന്നത്. അതിന് ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ ഫോംസ് ഇല്ല. പക്ഷേ DNA-ക്ക് ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ ഫോംസ് ഉണ്ട്. അതായത് DNA തന്നെ പല ഫോംസിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതായത് ADNA ഉണ്ടാവും, BDNA ഉണ്ട്, cDNA ഉണ്ട്, പിന്നെ EDNA ഉണ്ട്, ZDNA ഉണ്ട്. അങ്ങനെ പല ഫോംസിലും, പല ഫിസിയോളജിക്കൽ ഫോംസിൽ DNA കാണാൻ പറ്റും. RNA is synthesized from DNA and it cannot form DNA except in the case of reverse transcriptase, whereas DNA is formed from DNA by replication and it also form RNA by transcription. അപ്പോൾ RNA സിന്തസൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? DNA-യിൽ നിന്നാണ്. അപ്പോൾ DNA-യിൽ നിന്നാണ് RNA സിന്തസൈസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ DNA-യിൽ നിന്ന് ഒരിക്കലും നമുക്ക് RNA അത്ര പെട്ടെന്ന് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ DNA-യിൽ നിന്ന് തിരിച്ച് RNA സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ DNA എപ്പോഴും സിന്തസൈസ് ചെയ്യുക DNA-യിൽ നിന്ന് തന്നെയായിരിക്കും, അതായത് റിപ്ലിക്കേഷൻ വഴി. അല്ലെങ്കിൽ RNA-യിൽ നിന്ന് നമുക്ക് DNA-യിൽ നിന്ന് നമുക്ക് RNA ഉണ്ടാക്കാൻ പറ്റും ട്രാൻസ്ക്രിപ്ഷൻ വഴി, പക്ഷേ തിരിച്ച് പോസിബിൾ അല്ല. അതായത് RNA-യിൽ നിന്ന് DNA ഉണ്ടാക്കൽ പോസിബിൾ അല്ല, പക്ഷേ DNA-യിൽ നിന്ന് നമുക്ക് DNA ഉണ്ടാക്കാൻ പറ്റും ബൈ റിപ്ലിക്കേഷൻ വഴി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ RNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? DNA-യിൽ നിന്നാണ്. അതായത് DNA-യിൽ നിന്ന് DNA-യിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ വഴിയാണ് RNA ഉണ്ടാകുന്നത്. പക്ഷേ RNA-യിൽ നിന്ന് പിന്നെയും DNA നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. പക്ഷേ DNA എപ്പോൾ ഉണ്ടാക്കുന്നത് DNA-യിൽ നിന്ന് തന്നെയാണ്, റെപ്ലിക്കേഷൻ വഴി. പിന്നെ ആ DNA-യിൽ നമുക്ക് RNA ഉണ്ടാക്കാൻ പറ്റും ബൈ ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ മെനി കോപ്പീസ് ഓഫ് RNA ആർ പ്രസൻറ്റ് പെർ സെൽ, വേറെ സിംഗിൾ കോപ്പി ഓഫ് DNA is present പെർ സെൽ. അപ്പോൾ ഒരു സെല്ലിൽ കുറേ RNA-ൻ്റെ കോപ്പീസ് ഉണ്ടാവും, പക്ഷേ ഒരു സിംഗിൾ കോപ്പി ഓഫ് DNA ആണ് സെല്ലിൽ ഉണ്ടാവും. അപ്പോൾ RNA-യും DNA തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് എന്താണ്? RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. രണ്ടാമത്തെ ഡിഫറൻസ് വരുന്നത് RNA-യിലും DNA-യിലുള്ള ഷുഗേഴ്സിൻ്റെ ബേസിസിലാണ്. RNA-യിലുള്ളത് റൈബോസ് ഷുഗറാണ്, DNA-യിലുള്ളത് ഡിയോക്സി റൈബോസ് ഷുഗറാണ്. പിന്നെ ഡിഫറൻസ് വരുന്നത് RNA-യിലുള്ളത് യുറാസിലാണ്, DNA-യിലുള്ളത് തൈമിനാണ്. പിന്നെയുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ RNA ചാർഗാഫ് റൂൾ ഫോളോ ചെയ്യുന്നില്ല. അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ ചാർഗാഫ് റൂൾ ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ DNA ചാർഗാഫ് റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി RNA ഭയങ്കര ലെബൈലാണ്, അതായത് പെട്ടെന്ന് ഡിസ്ട്രോയ് ആയി പോകുന്ന ഒരു കോമ്പൗണ്ടാണ് RNA. അതായത് ആൽക്കലി ട്രീറ്റ്മെൻറ്റൊക്കെ വഴി RNA പെട്ടെന്ന് ഡിസ്ട്രോയ് ആയി പോകും. പക്ഷേ DNA എന്താണ്? DNA കുറച്ചുകൂടി സ്റ്റേബിളാണ്, അതായത് ആൽക്കലി ട്രീറ്റ്മെൻറ്റൊക്കെ അത് റെസിസ്റ്റ് ചെയ്യും. ഇനി RNA മെയിൻലി കാണുന്നത് സൈറ്റോപ്ലാസത്തിലാണ്, പക്ഷേ DNA മെയിൻലി കാണുന്നത് ന്യൂക്ലിയസിലാണ്. പിന്നെ RNA-ൻ്റെ ബേസ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് 1000 to 5000, 100 to 5000 ആണ്, പക്ഷേ മില്യൺസ് ഓഫ് ബേസസ് ഉണ്ടാവും DNA-യിൽ. പിന്നെ RNA-ൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടാവും. ആ ഡിഫറെൻറ്റ് ഫോംസിന് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് ഉണ്ടാകുക. പക്ഷേ DNA-ക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഇല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DNA ഇല്ല. അതിന് എല്ലാത്തിനും ഒരേ ഫങ്ഷനാണ്. അതായത് ഒറ്റൊരു ടൈപ്പ് DNA മാത്രമേ ഉള്ളൂ, അതിന് എല്ലാം ഒരേ ഫങ്ഷനാണ്, അതായത് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ. പക്ഷേ DNA-ക്ക് പക്ഷേ ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ RNA-ക്ക് ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ ഫോംസ് ഇല്ല. ഡിഫറെൻറ്റ് ടൈപ്സ് RNA ഉണ്ട്, പക്ഷേ ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ ഫോംസിൽ RNA ഉണ്ടാവില്ല. അതിൻ്റെ നേരെ തിരിച്ചാണ് DNA ഒരൊറ്റ ടൈപ്പേ ഉള്ളൂ, പക്ഷേ അതിന് ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ ഫോംസ് ഉണ്ടാവും. അതായത് ADNA ഉണ്ടാവും, BDNA ഉണ്ടാവും, cDNA ഉണ്ടാവും, EDNA ഉണ്ടാവും, ZDNA ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. അതായത് RNA-ക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് RNA ഉണ്ട്, അതിന് ഡിഫറെൻറ്റ് ടൈപ്സിനും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. പക്ഷേ DNA-ക്ക് ഒരൊറ്റ ടൈപ്പ് DNA ഉള്ളൂ, അതിനൊരൊറ്റൊരു ഫങ്ഷനേ ഉള്ളൂ, അതായത് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ. അതേസമയം RNA-ക്ക് ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ ഫോംസ് ഇല്ല, പക്ഷേ DNA-ക്ക് ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ ഫോംസ് ഉണ്ട്, അതായത് ABCD എന്നെല്ലാം പറഞ്ഞിട്ട്. ഇനി RNA സിന്തസൈസ് ചെയ്യുന്നത് DNA-യിൽ നിന്നാണ്. അതായത് RNA-യിൽ നിന്ന് തന്നെ RNA ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് RNA DNA-യിൽ നിന്നാണ് സിന്തസൈസ് ചെയ്യുന്നത്, പക്ഷേ DNA ഉണ്ടാക്കുന്നത് DNA-യിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഒരു സെല്ലിൽ ഡിഫറെൻറ്റ് കോപ്പീസ് ഓഫ് RNA ഉണ്ടാവും, പക്ഷേ ഒരു സെല്ലിൽ ഒരു കോപ്പി ഓഫ് DNA മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇതാണ് DNA RNA തമ്മിലുള്ള ബേസിക് ഡിഫറൻസസ്. ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNA പഠിക്കും.
അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക.